ഹായ് ഗായ്സ്, വെൽക്കം ടു ത്രിനിക മെറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ആൻഡ് വെൽക്കം ടു അവർ ഫാമിലി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വ്ളോഗാണേ. അപ്പോൾ ഞങ്ങൾ അവിടെ പോയതും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഈ വ്ളോഗിനകത്ത് കാണിക്കുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ ഫ്രണ്ട്, അവളുടെ പേര് ജ്യോതിക എന്നാണേ. ആള് അറേഞ്ച്ഡ് മാരേജ് ആണ്. അപ്പം പെട്ടെന്ന് നടത്തിയൊരു എൻഗേജ്മെൻ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ആളെ ഒരുക്കി കൊണ്ടുവന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്. ആൾക്ക് എങ്ങനെ പോസ് ചെയ്യണം എന്ത് ചെയ്യണമെന്നുള്ള വലിയ ഐഡിയ ഒന്നും ഇല്ല. അപ്പം പറയുന്ന രീതിയിൽ നിന്ന് തരുന്നു, അതൊക്കെ തന്നെയാണ് ആൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല ക്ലിക്സൊക്കെ അവളുടെ കിട്ടിയായിരുന്നു. പിന്നെ അവളുടെ ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടും അല്ലാതെയൊക്കെ ഫോട്ടോസൊക്കെ നിറയെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതൊക്കെ ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഞങ്ങൾ അടുത്തുണ്ടായിരുന്നു. ഞങ്ങളിങ്ങനെ കൗണ്ടർ അടിക്കുകയും അല്ലാതെ ഞങ്ങൾ ഓരോന്നൊക്കെ ഞങ്ങളുടെ ഫോണിൽ ഓരോ ഫോട്ടോസൊക്കെ എടുക്കുകയും എല്ലാമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നേ. പിന്നെ ഞങ്ങൾ 4 പേരും കൂടിയിട്ടൊക്കെ നിന്നിട്ടൊക്കെയും ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയാണ് കേട്ടോ ഫങ്ഷൻ നടത്തുന്നത്. ഇതാളുടെ ഒരു നെയ്ബറിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ പന്തൽ പോലെ കെട്ടിയിട്ടാണ് നടത്തുന്നത്. പിന്നെ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ വീടിനകത്ത് കയറി. ഇപ്പം നല്ല ചൂടെടുക്കുന്നുണ്ടായിരുന്നു. ആൾ നേരത്തെ മേക്കപ്പ് ചെയ്ത് ഇരിക്കുകയായിരുന്നു. ഒരു 11 മണി ആയില്ല, 10:30 ആയപ്പോഴും ആളുടെ മേക്കപ്പൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പം തൊട്ടേ ഇരിക്കുക. ഫങ്ഷൻ തുടങ്ങിയത് തന്നെ 11:30 12 മണി അടുപ്പിച്ചായി. അപ്പം നല്ല രീതിയിൽ ആൾക്ക് ചൂടും എടുക്കുന്നുണ്ടായിരുന്നു. മേക്കപ്പ് ഒലിച്ചു പോകുമെന്നുള്ള പേടിയുണ്ടായിരുന്നു. പക്ഷേ മേക്കപ്പ് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും പറ്റിയില്ലായിരുന്നു. ഹെയർ മാത്രമേ ഉള്ളൂ താഴോട്ടിങ്ങനെ വരുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കിയെല്ലാം സെറ്റായിട്ട് തന്നെ ആയിരുന്നു ഇരുന്നത്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ തന്നെ അങ്ങ് ഇരുന്നു. പിന്നെ ഫങ്ഷൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ എൻ്റെ ചേച്ചിയും കൊച്ചൊക്കെ വരുന്നത്. അങ്ങനെ അവർ ഓട്ടോയിൽ വരുന്ന വീഡിയോ ആണ് ഇത്. അവർ വരുമ്പോഴത്തേക്കും ഫങ്ഷനൊക്കെ ഒരുവിധം ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇവർക്ക് ഈ എന്തോ വെറ്റിലയൊക്കെ കൊടുക്കുന്ന ആ ഒരു ചടങ്ങും പിന്നെ മോതിരയിടലൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇവർ വന്നത്. ഇത് ഞാൻ അതിന് മുന്നേ ഒന്ന് ഇട്ടു എന്നേ ഉള്ളൂ. മൊത്തം അതായത് ചടങ്ങായിട്ടുള്ള വീഡിയോ ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട് കേട്ടോ, ഈ വ്ലോഗിൽ തന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടേ. ഇത് ഞാനും ഏഞ്ചലും വാവയും അവിടെ ഒരു മിറർ കണ്ടപ്പോൾ അതിനകത്തിരുന്ന് കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ് കേട്ടോ. ഏഞ്ചൽ വാവേനൊരു ബ്ലൂ ആയിരുന്നു. ഞാൻ അനുഷ്യടുത്ത് പറഞ്ഞിടിയിച്ചാണ് ഏഞ്ചലിന് ഈ ഡ്രസ്സ് തന്നെ ഇട്ട് കൊടുക്കണേന്ന്. ആദ്യമായിട്ടിടുന്ന അവൾക്ക് കറക്റ്റ് അളവായിരുന്നു. ഞങ്ങളുടെ ഒരു കസിൻ, അവളുടെ ഒരു റിലേറ്റീവ് കൊടുത്തു വിട്ടായിരുന്നു. അപ്പം അതിനകത്ത് ഇരുന്ന് അവൾ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. മിറർ കാണുമ്പോൾ ആൾക്ക് ഭയങ്കര ഖുഷിയാണ്, ഭയങ്കര സന്തോഷം കാര്യമൊക്കെ. ബാബായും ആയും എല്ലാം വയ്ക്കും മിററിനെ നോക്കി. അപ്പം ആൾ മിറർ കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തിരുന്ന് കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. ആൾക്ക് അവിടെ എത്തിയോണ്ടാണോ എന്നറിയത്തില്ല, പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടാണോ എന്നും അറിയത്തില്ല, ആൾ വല്ലാണ്ട് ആരുടെ അടുത്തും പോകുന്നില്ലായിരുന്നു. അവൾക്ക് ഞങ്ങളുടെ കൈ തന്നെ ഇരിക്കണം, ആരുടെ അടുത്തും പോത്തില്ല, അങ്ങനെയുള്ളൊരു മട്ടൊക്കെ ആയിരുന്നു. പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും. കാരണം വീട്ടിലാണ് വരുന്നതെങ്കിൽ എല്ലാവരുടെ കയ്യിലൊക്കെ പോകുന്ന ആളാണ്. പക്ഷേ അവിടെ വന്നപ്പോൾ ആരുടെയും കയ്യിൽ പോയില്ല. ഞങ്ങളാണെങ്കിൽ ബിസിയുമായിരുന്നു. പിന്നെയും കുറേ നേരം എൻ്റെ കയ്യിലായിരുന്നു അവിടെ. പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാനും അതിനും ഇതിനുമൊക്കെ പോയപ്പോഴാണ് ആളെ വേറെ ആരുടെയൊക്കെ കയ്യിൽ കൊടുത്തിട്ടുള്ളത്.
ഇതാണ് കേട്ടോ ചെക്കൻ. അപ്പം ചെക്കൻ്റെ ഫസ്റ്റ് റിയാക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നായിരുന്നേ. പക്ഷെ ഞങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ കയറി വന്നു. അതുകൊണ്ട് റിയാക്ഷൻ വല്ലാണ്ട് കിട്ടിയില്ലായിരുന്നു. എങ്കിലും കിട്ടിയതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പന്തലിലോട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സമയം അത്യാവശ്യം ഇവരുടെ മുഹൂർത്തത്തിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അപ്പോഴത്തേക്കും പന്തലിൽ സ്ഥലം നേരത്തെ പിടിക്കണമല്ലോ, കാരണം ഒരുപാട് ആളുണ്ടായിരുന്നു, അതിനുള്ള സ്പേസ് അവിടെ ഇല്ലായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ സ്റ്റേജിൻ്റെ തൊട്ട് അടുത്തിന് നിൽക്കണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആദ്യമേ തന്നെ അവിടെ സ്ഥലം പിടിക്കാനായിട്ട് ഓടിച്ചെന്ന് നിന്നിട്ടുണ്ടായിരുന്നേ. അവിടെ നിന്നെടുത്ത കുറച്ച് വിഷ്വൽസാണ് കേട്ടോ ഇതൊക്കെ. അങ്ങനെ പിന്നെ ചെറുക്കനും പെണ്ണും ഇരുന്നു.
അവരുടെ രണ്ടുപേരുടെയും അമ്മയും അച്ഛനും ഒക്കെ ഇരുന്നു. എന്നിട്ട് ഇവർക്ക് എന്താണ്ട് ജാതകം കൈമാറുന്ന ചടങ്ങ് അങ്ങനെ എന്തുകൊണ്ടാണ്. എനിക്ക് ഹിന്ദുക്കളുടെ ചടങ്ങിനെ പറ്റി വലിയ ധാരണയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വെറ്റിലയും പാക്കും പിന്നെ ജാതകവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചെറുക്കൻ്റെ അച്ഛൻ പെണ്ണിൻ്റെ അച്ഛന് കൊടുക്കുന്നു, പെണ്ണിൻ്റെ അച്ഛൻ ചെറുക്കൻ്റെ അച്ഛന് കൊടുക്കുന്നു, അങ്ങനെ എന്താണ്ടായിരുന്നു ചടങ്ങ്. അത് ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് അവർ മോതിരയിടലിലോട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. ഇത് കൊടുത്തതിന് ശേഷം അവർ അവരുടെ സ്ഥാനത്ത് തന്നെ വന്നിരുന്ന് ഉടനെ തന്നെ മോതിരം എടുക്കുകയും മോതിരയിടുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ചടങ്ങെല്ലാം കഴിഞ്ഞു, കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് ആദ്യം ചെറുക്കൻ്റെ വീട്ടുകാരും പെണ്ണിൻ്റെ വീട്ടുകാരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളും എല്ലാവരും ഒക്കെ ആയിട്ട് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ചെറുക്കൻ്റെ വീട്ടുകാർ, ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്ന പെണ്ണിൻ്റെ വീട്ടുകാരുമാണ് കേട്ടോ. ഫോട്ടോ എടുപ്പും കലാപരിപാടികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. ഇതിൻ്റെ ചേച്ചിയും കൊച്ചും അമ്മയും അപ്പയായിട്ടൊക്കെ പോയി ഫുഡ് കഴിച്ചാണേ. ഞങ്ങൾ പിന്നീടാണ് കഴിച്ചത്. ഞങ്ങൾ ലാസ്റ്റ് പന്തിക്കായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ആശ്രമം വരെ പോയി ഫോട്ടോയൊക്കെ എടുക്കണമായിരുന്നു അവളുമായിട്ട് പോയിട്ട്. അങ്ങനെ ഒത്തിരി വൈകി. ഇത് ചേച്ചിയൊക്കെ എടുത്ത വീഡിയോ ആണേ. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് ഉടനെ തന്നെ അങ്ങ് പോയി. കാരണം ഏഞ്ചൽ ഭാവി ഇത്തിരി സീനായി വരുന്നുണ്ടായിരുന്നു. അതിന് മുന്നേ അവർക്ക് പോകണമല്ലോ. അങ്ങനെ പിന്നെ പോയി. ഞങ്ങൾ ആ സമയം കൊണ്ട് ബ്രൈഡും ഗ്രൂമിൻ്റെയും കൂടെ ഞങ്ങളാണെങ്കിൽ ആശ്രമത്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ട് തിരക്കി പോയതാണ്. പക്ഷേ ചില അമ്പലങ്ങളൊക്കെ ക്ലോസ് ആയിരുന്നു. പിന്നെ വെയിലും കാര്യമൊക്കെ കാരണം ഞങ്ങൾ അവസാനം മൈതാനം തന്നെ അങ്ങ് ഫിക്സ് ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ.
പിന്നീട് അവർ മോതിരം വാങ്ങിച്ചിട്ട് മോതിരത്തിൻ്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ മരത്തിൻ്റെ അടുത്തായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. മരത്തിൽ വെച്ചിട്ട് ഫോട്ടോയൊക്കെ എടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഞങ്ങൾ അത്യാവശ്യം വേണ്ട ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം അവിടെ നിന്ന് ഉടനെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. കാരണം ഞങ്ങളൊന്നും കഴിച്ചിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് എല്ലാം കഴിഞ്ഞു ഇറങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ടേ. അപ്പം ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ബൈ.